നമസ്കാരം. പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാൻ പങ്ക് വ്യക്തമായതോടെ ഇന്ത്യ സ്വീകരിച്ച കടുത്ത നടപടികളിലൊന്നായ സിന്ധു നദീജല കരാർ മരവിപ്പിക്കാനുള്ള തീരുമാനം പാകിസ്ഥാന് കനത്ത പ്രഹരമായി മാറുമെന്നാണ് അറിയുന്നത്. 1960 സിന്ധു നദീജല കരാർ മരവിപ്പിക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തെ തുടർന്ന് പാകിസ്ഥാൻ തന്ത്രപരവും സാമ്പത്തികപരവും മാനുഷികപരവുമായ വെല്ലുവിളികൾ നേരിടുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. സിന്ധു നദീജല കരാറിനെ ആശ്രയിച്ചിരിക്കുന്ന പാകിസ്ഥാന്റെ കാർഷിക മേഖലയ്ക്ക് കനത്ത തിരിച്ചടിയാണ് ഇന്ത്യയുടെ ഈ ഒരു പ്രഖ്യാപനം. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കുള്ള പിന്തുണ പാകിസ്ഥാൻ ഉപേക്ഷിക്കുന്നതുവരെ കരാർ മരവിപ്പിക്കാനാണ് സുരക്ഷാ കാര്യങ്ങൾക്കുള്ള നിർണായക മന്ത്രിസഭാ സമിതിയുടെ തീരുമാനം. സിന്ധു നദീജല കരാർ മരവിപ്പിക്കുന്നതോടെ സിന്ധു നദിയിൽ നിന്നും അതിന്റെ പോഷക നദികളായ ധലം, ചെനാബ്, റവി, ബിയാസ്, സത്ലജ് എന്നിവിടങ്ങളിൽ നിന്നുമുള്ള ജലവിതരണം നിർത്തലാക്കും. ഈ നദികളുടെ ഒഴുക്കിൽ ഏതെങ്കിലും തരത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ പാകിസ്ഥാന്റെ കാർഷിക മേഖലയ്ക്ക് കനത്ത പ്രഹരമാകും ഉണ്ടാവുക. ജലക്ഷാമം, ഗോതമ്പ്, നെല്ല് എന്നീ കൃഷികളെ ബാധിക്കുന്നതോടെ പാകിസ്ഥാന്റെ ഭക്ഷ്യ സുരക്ഷ തന്നെ താളം തെറ്റും. കൂടാതെ ഈ വെള്ളത്തെ ആശ്രയിച്ചു വരുന്ന വ്യവസായ സ്ഥാപനങ്ങളും ജലവൈദ്യുത പദ്ധതികളും കനത്ത പ്രതിസന്ധിയിലാകും. ഇന്ത്യയുടെ തീരുമാനത്തിനെതിരെ പാകിസ്ഥാൻ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയെയോ സിന്ധു നദീജല ഉടമ്പടിയുടെ മധ്യസ്ഥത വഹിക്കുന്ന ലോകബാങ്കിനെയോ ഐക്യരാഷ്ട്രസഭയെയോ സമീപിക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യയുടെ നീക്കത്തെ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമായിട്ടാകും പാകിസ്ഥാൻ ചിത്രീകരിക്കാൻ ശ്രമിക്കുക. അതേസമയം കനത്ത ജാഗ്രത തുടരണമെന്ന ഇന്ത്യ സേനകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കരാർ മരവിപ്പിക്കുന്നത് പാകിസ്ഥാന്റെ സൈനിക നീക്കങ്ങൾക്കും അതിർത്തി കടന്നുള്ള ഏറ്റുമുട്ടലുകൾക്കും ഭീകര പ്രവർത്തനങ്ങൾക്കും ഇടയാക്കിയേക്കാമെന്ന് മനസ്സിലാക്കിയാകും ഇന്ത്യയുടെ ജാഗ്രതാ നിർദ്ദേശം. ഇനി എന്താണ് സിന്ധു നദീജല കരാർ എന്ന് വ്യക്തമായി പറഞ്ഞു തരാം. 1960 സെപ്റ്റംബർ 19 അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാനും ചേർന്നാണ് സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ചത്. ഇതിന്റെ ഫലമായി കിഴക്കോട്ടൊഴുകുന്ന ബിയാസ്, റാവി, സത്ലജ് എന്നീ നദികളുടെ നിയന്ത്രണം ഇന്ത്യക്കും പടിഞ്ഞാറോട്ടേക്ക് ഒഴുകുന്ന സിന്ധു, ചിനാബ്, ധലം എന്നീ നദികളുടെ നിയന്ത്രണം പാകിസ്ഥാനും ലഭിച്ചു. ഇന്ത്യയിൽ കൂടി ഒഴുകുന്ന നദികളെ ഇന്ത്യ തിരിച്ചുവിട്ട് പാകിസ്ഥാനിൽ വരൾച്ചയും പട്ടിണിയും ഉണ്ടാകുമോ എന്ന പാകിസ്ഥാന്റെ ആശങ്കയുടെ പശ്ചാത്തലത്തിലായിരുന്നു സിന്ധു നദീജല കരാറിന്റെ പിറവി. ഒറ്റനോട്ടത്തിൽ ഇരു രാജ്യങ്ങൾക്ക് തുല്യമായ രീതിയിലാണ് കരാർ എന്ന് തോന്നുമെങ്കിലും കരാറിന്റെ പ്രധാന ഗുണഭോക്താവ് പാകിസ്ഥാൻ തന്നെയാണ്. നദീജലത്തിന്റെ 80% കരാർ അനുസരിച്ച് പാകിസ്ഥാന് ലഭിച്ചു വരുന്നത്. 1947 ബ്രിട്ടീഷ് ഇന്ത്യ വിഭജനത്തെ തുടർന്നാണ് ടിബറ്റൻ മേഖലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന സിന്ധു നദിയെ ചൊല്ലി തർക്കങ്ങൾ ഉടലെടുത്തത്. ഇന്ത്യയിലൂടെയും പാകിസ്ഥാനിലൂടെയും കൂടാതെ അഫ്ഗാനിസ്ഥാന്റെയും ചൈനയുടെയും ഭാഗങ്ങളിലൂടെയാണ് സിന്ധു നദി കടന്നു പോകുന്നത്. 1948 ഇന്ത്യ നദിയുടെ പാകിസ്ഥാനിലേക്കുള്ള ഒഴുക്ക് താൽക്കാലികമായി തടഞ്ഞു. ഇതേ തുടർന്ന് പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭയെ സമീപിച്ചു. തുടർന്നാണ് വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കാൻ ലോകബാങ്കിനോട് ഐക്യരാഷ്ട്രസഭ നിർദ്ദേശിച്ചത്. വർഷങ്ങൾ നീണ്ട ചർച്ചകൾക്ക് ശേഷം 1960 ഇരു രാജ്യങ്ങളും സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ചു. അങ്ങനെയാണ് ഇന്ന് കാണുന്ന തരത്തിൽ ഈ ഒരു കരാറ് എത്തിപ്പെട്ടത്. എന്തായാലും ആ കരാറിലാണ് ഇന്ത്യ ഇപ്പോൾ കൈയെടുത്ത് വെച്ചിരിക്കുന്നത്. പാകിസ്ഥാന്റെ ഭാവി തന്നെ തീരുമാനിക്കുന്ന നിലപാടിലാണ് ഇപ്പോൾ ഇന്ത്യ എത്തിയിരിക്കുന്നത്.